അഫ വ്ളോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെ വയനാട് ജില്ലയിലുള്ള എന്നൂര് എന്ന് പറയുന്ന ഒരു പ്ലേസാണ് കേട്ടോ അത്. എന്നൂര് എന്നാണ്, ഇങ്ങോട്ട് എന്നൂര് അങ്ങനെയാണ് പറയുന്നത്. അതായത് കുറേ വീടുകളുണ്ട്. അത് അപ്പോൾ ആദിവാസി വീടുകൾ പോലുള്ള അങ്ങനെ കുറേ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. നല്ല നല്ല നമുക്ക് കാണാൻ കുറേ കാഴ്ചകളുണ്ട് കേട്ടോ ഇവിടെ. നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്. വയനാട്ടിൽ പോകുന്നുണ്ടെങ്കിൽ പോകുന്നവർ എന്തായിട്ടും നിർബന്ധമായിട്ടൊരു എത്തിപ്പെടേണ്ട ഒരു സ്ഥലമാണ് കേട്ടത്. നമ്മളിപ്പോൾ കാഴ്ചക്കായിട്ടാണല്ലോ നമ്മളിപ്പോൾ വയനാട്ടിൽ അങ്ങനെ ഓരോ സ്ഥലത്ത് നമ്മൾ ടൂറ് പോകുന്നത് കാഴ്ചക്കായിട്ടാണല്ലോ. അപ്പോൾ കാഴ്ചക്കായിട്ട് പോകുമ്പോൾ നമ്മൾ കാണാൻ എന്തായാലും ഒഴിവാക്കാൻ പറ്റാത്തൊരു സ്ഥലമാണ് കേട്ടത്. ഞാനിവിടെ പോകുന്നത് ആദ്യമായിട്ടാണ്. ഞാൻ അതുകൊണ്ടായിട്ടാണോ എനിക്കിങ്ങനെ തോന്നിയതെന്ന് എനിക്കറിയില്ല. നമ്മൾ ഇവിടുന്ന് വയനാട്ടിൽ എപ്പോഴും പോകലുണ്ട്. പക്ഷേ വയനാട്ടിൽ ഒന്നും കാണാനൊന്നും ഉണ്ടാവില്ല. വെറുതെ മുത്തങ്ങ അല്ലെങ്കിൽ നമ്മൾ സൂചിപ്പറ അങ്ങനെയൊക്കെ ഉള്ള ആ വഴിയിലൂടെയൊക്കെ ഒന്ന് പോയിട്ട് വെറുതെ തിരിച്ചും പോരലാണ് കേട്ടോ. പക്ഷേ ഇത് ഇവിടെ ഉണ്ടല്ലോ, നമ്മൾ കണ്ടാൽ നമുക്ക് മതി വരാതെ അത്രയും കാണാനുണ്ട് കേട്ടോ. ഇവിടെ കണ്ടവരായിരിക്കും അധികവും ചിലപ്പോൾ. എന്നോ കുറേ കാലമായി ഇവിടെ തുടങ്ങിയിട്ട്. ഞാൻ ഓരോരുത്തരുടെ സ്റ്റാറ്റസൊക്കെ ഇങ്ങനെ കാണലുണ്ട്, ഇവിടുന്ന് എടുത്ത ഫോട്ടോസൊക്കെ. പക്ഷേ ഞങ്ങൾ ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ല ഇനി. അപ്പോൾ ഇതിൻ്റെ ഇത് എവിടുന്നാണ് തിരിയേണ്ടത്, എങ്ങനെ പോകേണ്ടത് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിൽ പിന്നെ ചെയ്യുന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ അത് എനിക്ക് കറക്റ്റായിട്ട് പറഞ്ഞു തരാൻ അറിയില്ല. അപ്പം ഞാൻ കാക്കനോട് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞുതരും നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ. അറിയാത്തവർക്ക് കേട്ടോ. ഇത് ചിലവരൊക്കെ അധികം ആൾക്കാർ ഇവിടെ പോയി കണ്ടോലൊക്കെ ആയിരിക്കും ഉണ്ടാവുക. പക്ഷെ ഞങ്ങൾ ആദ്യമായിട്ടാണ് പോകുന്നത്. ഇനിയിപ്പോൾ കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഒക്കെ ആസ്വദിക്കാൻ മാത്രമുള്ള കാഴ്ചകളുണ്ട്, സ്ഥലങ്ങളുണ്ട്. ഇവിടെ പോയാൽ വെറുതെ ആവില്ല കേട്ടോ. എന്തായാലും നമ്മൾക്ക് ഇവിടേക്ക് പോകാനായിട്ട് വയനാട് കടന്നതിൻ്റെ ശേഷം കുറച്ച് ഓടാനേ ഉള്ളൂ കേട്ടോ. കുറേ ഓടാനൊന്നുമില്ല, കുറച്ച് അങ്ങോട്ട് ഓടാനേ ഉള്ളൂ. ഓടിയതിൻ്റെ ശേഷം പിന്നെ നമ്മൾ ഇതിൻ്റെ സ്ഥലത്തെത്തിയാൽ അവിടുന്ന് ടിക്കറ്റ് കൗണ്ടറിൽ കയറി ടിക്കറ്റ് എടുത്ത് പിന്നെ നമ്മൾ അവിടുന്ന് ഓരോ പ്രൈവറ്റ് വണ്ടികളൊക്കെ ഒന്നും അവിടേക്ക് പോകാനുള്ള ഇതില്ല, പെർമിഷൻ ഇല്ല. ഓരോ വണ്ടി തന്നെ പോകണം. അവർക്ക് അവിടെ കുറേ ജീപ്പാണുള്ളത്. അപ്പോൾ അവിടേക്കായിട്ടുള്ള ജീപ്പാണിത്. നമ്മളവിടെ ഇറങ്ങിയതിൻ്റെ ശേഷം നമ്മൾ ടിക്കറ്റ് കൗണ്ടറിലേക്ക് പോകാനുള്ള ഗേറ്റാണ് കേട്ടത്. ഇവിടെ വണ്ടി പാർക്ക് ചെയ്ത് നമ്മൾ പോണ വഴിക്കുള്ള കാഴ്ചകളാണിത്. ഇനി ഇതിൽ അങ്ങോട്ട് പോയിട്ട് പിന്നെ നമ്മൾ കൗണ്ടറിലെത്തി കുറച്ച് ലൈനൊക്കെ നിന്നിട്ട് നമ്മൾ നേരത്തെ എത്തിയിട്ടുണ്ട്. നമ്മൾ 7 മണിയാകുമ്പോൾ ഇവിടെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ മാവൂരിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ നമ്മളവിടെ എത്തി. 10 മണിയൊക്കെ ആകുമ്പോൾ അവിടെ എത്തിയിട്ടുണ്ടാവും എന്തായാലും. അപ്പോൾ അവിടെ തിരക്കാവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ടിക്കറ്റ് എടുത്തതിൻ്റെ ശേഷം പിന്നെ വേറൊരു കൗണ്ടറിൽ കാണിച്ച് പിന്നെ ഓരോരുത്തരും അവിടെ നമുക്കൊരു കൂപ്പൺ തരും. അവിടുന്ന് അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ജീപ്പിൽ കയറ്റിയിട്ട് ടോക്കൺ നമ്പറിനനുസരിച്ചിട്ട് നമ്മൾ ഒരു ജീപ്പിൽ കയറ്റും. പിന്നെ ജീപ്പിൽ നമ്മൾ പോകുമ്പോൾ ഉള്ള കാഴ്ചകളാണ് ഇട്ടത്. പോകുമ്പോഴും ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. പക്ഷേ അട്ടകളുണ്ട് കേട്ടോ, ഒരുപാട് അട്ടൻ്റെ ശല്യം വല്ലാണ്ടുണ്ട്. അപ്പോൾ അട്ട കാലിൽ കയറി പിന്നെ ജീപ്പിലൊക്കെ അട്ടനെ പേടിയുള്ളവർക്ക് വല്ലാത്തൊരു ഇതായിരിക്കും. അല്ലാണ്ട് കണ്ട് ശീലമുള്ളവർക്ക് കുഴപ്പമുണ്ടാവില്ല. പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണിത് കേട്ടോ. ഇങ്ങനെ കുറച്ച് പോകാണ്ട് കേട്ടോ. നമ്മളെന്തായാലും നടന്ന് പോകാമെന്നൊക്കെ വെറുതെ വിചാരിച്ചിനി. പക്ഷേ നടന്ന് പോകാൻ നന്നായി. നടന്ന് പോകാനുള്ള പ്ലാനിങ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ വെറുതെ അതിന് നിൽക്കണ്ട, കുറേ നടക്കാനായിട്ടുണ്ട് കേട്ടോ. ജീപ്പ് തന്നെ പോകുന്നതാണ് നല്ലത്. അവിടെ നിന്ന് റിട്ടേൺ അടിച്ച് വരുന്ന ജീപ്പാണ് കേട്ടോ. പ്രൈവറ്റ് വാഹനങ്ങൾക്കൊന്നും അവിടേക്ക് അനുമതിയില്ല. ഓരോ ജീപ്പിൽ തന്നെ പോകണോ. ഓരോ ജീപ്പിൽ നമ്മൾ അവിടെ നമുക്ക് 5 ആൾക്ക്, നമ്മൾ കുട്ടികളടക്കം 3 കുട്ടികളും ഞാനും കാക്കി, നമ്മൾ 5 ആളാണുള്ളത്. അപ്പോൾ 5 വയസ്സിൻ്റെ താഴെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് വേണ്ട. നമുക്ക് 300 350 അങ്ങനെ എന്തോ ആയിട്ടുണ്ട്. ആ 350-ൽ വാഹനത്തിൻ്റെ കൂലി, പിന്നെ നമുക്ക് അവിടെ കയറാനുള്ളത്, പിന്നെ തിരിച്ച് റിട്ടേൺ ഇങ്ങോട്ട് ഉള്ള ജീപ്പിൻ്റെ ഇത് ഒക്കെ ഒരുമിച്ച് ഒക്കെ ഒന്നായിട്ടുള്ള ഇതാണ് 300 കേട്ടോ. അതിലധികം ഒന്നുമില്ല. ആ 300 റുപ്യ എന്തായാലും
300 എന്തായാലും മുതലായിട്ടുണ്ട് കേട്ടോ. എന്തായാലും നമ്മൾ കുറേ പ്ലേസ് ഉണ്ടല്ലോ ഈ പിന്നെ വയനാട്ടിൽ തന്നെ. അതിൽ കുറച്ച് കുറവായിട്ട് തോന്നിയത് എനിക്ക് ഇവിടെയാണ്. എന്താ വെച്ചാൽ 300 റുപ്യക്ക് നമ്മൾ 5 ആൾ പോയല്ലോ. പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്ക് അങ്ങനെയൊക്കെ കുറവാണ് കേട്ടോ. ഒരു ഊഞ്ഞാൽ പിന്നെ അങ്ങനെ എന്തോ ചെറിയ കുറച്ചൊക്കെ ഉള്ളൂ. പിന്നെ കാണാനുള്ളതാണ് കേട്ടോ, കുറേ കാണാനുണ്ട്. കുട്ടികൾക്ക് പഠിക്കാനുള്ളത് കാണാനുണ്ട്. പണ്ടത്തെ കാലത്തെ വീടുകൾ, അതേപോലെ കുറേ പണ്ടത്തെ ഉപകരണങ്ങൾ, അങ്ങനെ എന്തൊക്കെയോ കുട്ടികൾക്ക് പഠിക്കാനായിട്ടുള്ള കുറേ ഇത് കാണാനുണ്ട്. പണ്ടത്തെ ഊര് എന്ന് പറയുന്നതിനനുസരിച്ചിട്ട് പോലെ കുറേ ഊരുകളാണ് കാണാനുള്ളത്. നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് കേട്ടോ. എന്തായാലും നിങ്ങൾ ഇവിടെ പോകുന്നുണ്ടെങ്കിൽ ഇവിടെ കാണാണ്ട് നിങ്ങൾ മടങ്ങരുത്, കാണാത്തവരാണെന്നുണ്ടെങ്കിൽ. ഇതിങ്ങനെ പിന്നെ നമ്മൾ ജീപ്പ് ഇറങ്ങിയതിന് ശേഷം നടന്നു പോകുന്ന സ്ഥലമാണ് കേട്ടോ അത്. ഇവിടുന്ന് കുറച്ച് അങ്ങനെ നടക്കുകയും ചെയ്യാം. നടക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് കുറേ കാഴ്ചകളും കാണാനുണ്ട്. നടന്നിട്ട് ഇതാക്കാനൊന്നുമില്ല, ബോറടിക്കാനൊന്നുമില്ല. നടക്കുമ്പോൾ തന്നെ കുറേ കാഴ്ചകൾ കണ്ടിട്ടാണ് നമ്മൾ നടന്നു പോകുന്നത്. പിന്നെ നമ്മൾ എത്തുന്ന സ്ഥലമാണ് ഈ ഊര്. ഇവിടേക്ക് പിന്നെ കുറേ ഊരുണ്ട് കേട്ടോ ഇവിടെ. അതിൽ ഒന്നാമത്തെ ഫസ്റ്റ് നമ്മൾ ഇതിൽ കയറിയിട്ടുള്ളത് അതിലുള്ള പണ്ടത്തെ ഓരോ ഇതാണ്. പണ്ടത്തെ കട്ടിൽ, പിന്നെ ആദിവാസികളെ ഫോട്ടോസ് കുറേ ഉണ്ട്. പിന്നെ ഓല ഉപയോഗിച്ച ഉപകരണങ്ങൾ, ഓല ആഭരണങ്ങൾ, പിന്നെ ഓരോ എന്താ പണങ്ങൾ, ഇതെന്താ കോയിനൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ ഓരോ മാല, അന്നത്തെ മാല, അങ്ങനെ കുറേ കാണാനുണ്ട് കേട്ടോ നമുക്ക്. പിന്നെ മുറങ്ങൾ കണ്ടില്ലത്, മുറം. പിന്നെ എന്താ അന്ന് ഒരു ഉപയോഗിച്ച കുറേ പാത്രങ്ങളൊക്കെയാണ് ഒക്കെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഒരു ഇതുണ്ടാക്കാനായിട്ട് ഒരാൾ അവിടെ ഉണ്ട്. അവിടെ ഇരുന്നിട്ട് ഓരങ്ങനെ ഉണ്ടാക്കുന്നുണ്ട്. ഒരിങ്ങനെ മുള ചെത്തി എടുത്തിട്ട് ഉണ്ടാക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെയൊക്കെ കണ്ടിട്ട് തന്നെ നമുക്ക് മടങ്ങിയാൽ മതിട്ടോ. നമുക്ക് ഇഷ്ടമുള്ളത്ര കാണാം. കണ്ടിട്ട് നമുക്ക് മടങ്ങും. അതാ പണ്ടത്തെ അടുപ്പ്, വിറക് അടുപ്പ്, പിന്നെ ഉറി, പിന്നെ ഇതാ ചേവുണ്ടല്ലോ, വിറകൊക്കെ കട്ടി വെക്കുന്നത്. പിന്നെ ഇതാ തൊട്ടിലുണ്ട്, പിന്നെ ചിരട്ടൻ്റെ കയ്യിൽ, അങ്ങനെ കുറേ കാണാനുണ്ട് കേട്ടോ. എന്തായാലും ഇതിൻ്റെ അകത്തും പുറത്തുമായിട്ട് നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് കാണാനുള്ളത്. പിന്നെ ആദിവാസി ഡാൻസുകൾ കുറേ ഉണ്ടായിന് കേട്ടോ. ആദിവാസികളെ ഡാൻസുകൾ കുറേ കണ്ട്. അവർക്ക് സന്തോഷമുള്ളപ്പോൾ ഉള്ള ഡാൻസ്, പിന്നെ ദുഃഖത്തിലുള്ള ഡാൻസ്, അങ്ങനെയൊക്കെ കുറേ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഞാനിതിൽ ഉൾപ്പെടുത്തട്ടോ. ഓരോ ഊര് കഴിഞ്ഞിട്ടും കയറാനുള്ള സ്റ്റെപ്പ്, പിന്നെ അതേപോലെ ഇത് എന്താണ് ഓല വീടാണ് കേട്ടോ. മൊത്തമായിട്ട് ഓല വീടാണ്. നല്ല തണുപ്പുണ്ട് കേട്ടോ ഇവിടെ. വയനാട്ടിൽ പൊതുവേ തണുപ്പാണ്. പിന്നെ ഈ ഊരിൻ്റെ ഉള്ളിലൊക്കെ കയറുമ്പോഴും നല്ല, പിന്നെ താഴെ നമ്മൾ ചവിട്ടുമ്പോഴൊക്കെ നല്ല തണുപ്പായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുക. പുറത്തിറങ്ങിയാലും നല്ല തണുപ്പ്. അട്ടൻ്റെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ കേട്ടോ. അട്ട കാലുമ്മ കയറുമോ എന്നുള്ളൊരു പേടി വെപ്രാളമൊക്കെ ഉണ്ടായിനി. വരുന്നത് വരെ ആ ഒരു പേടി ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ കാഴ്ചകളൊക്കെ നല്ല മനോഹരമായിട്ട് നമുക്ക് അടിച്ച് പൊളിച്ച് നമ്മൾ കേട്ടോ. കുട്ടികൾക്കും ഒക്കെ ഇഷ്ടമായി. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. ലൈക്ക് ചെയ്തിട്ട് കാണുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ഒന്ന് ചെയ്യുക. പിന്നെ ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്ത് കാണുക കേട്ടോ.
ഇത് പിന്നെ നമ്മൾ തിരിച്ച് വരുമ്പോൾ പാലക്കാട് വഴി, അതല്ല പാലക്കാടല്ല, നമ്മൾ തമിഴ്നാട് വഴി നമ്മൾ തിരിച്ച് പോകുന്നതാണ് കേട്ടോ. തമിഴ്നാട് വഴി തിരിച്ച് പോരേണ്ട ആവശ്യമൊന്നുമില്ല ഇനി. പക്ഷേ നമ്മൾ അവിടുത്തെ കോട കാണാമെന്ന് വിചാരിച്ച് മാത്രം പോകുന്നതാണ്. അവിടെ അതിലേറെ മനോഹരമായിട്ടുള്ള കോട കേട്ടോ, ഫുള്ള് കോടയാണ്. പിന്നെ ലാസ്റ്റ് വണ്ടിയൊന്നും കാണാൻ പറ്റാത്ത അത്രക്ക് കോടയായി. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് മാത്രം അതിലെ തിരിച്ചതാണ് കേട്ടോ. അതിലെ തിരിച്ച് പിന്നെ വളാഞ്ചേരി പിന്നെ തിരിച്ചിട്ട് നമ്മൾ തിരിച്ച് വരുമ്പോൾ ഇത് കാണാനായിട്ട് മാത്രം അതിലേ പോകുന്നതാണ് കേട്ടോ. അപ്പോൾ കുറേ നല്ല നല്ല പ്ലേസ് അവിടെ നിന്നും കണ്ട്. എന്തായാലും പ്രാവശ്യം വന്നത് മുതലായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് തിരിച്ച് വരണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ പോന്നാൽ നിങ്ങൾക്ക് നിങ്ങളെ റൂട്ടിനനുസരിച്ചിട്ടോ. ഇത് ഞങ്ങൾ ഈ കോട കാണാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇതിലെ തിരിച്ചത്. ഇതിലെ തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിനു വേണ്ടി മാത്രം നമ്മൾ ഇതിലെ തിരിച്ചതാണ് കേട്ടോ. ഇവിടെ നട്ടുച്ചക്ക് 1 മണിക്ക് 1:30 ആകുമ്പോഴുള്ള ഒരു കാഴ്ചയാണ് കേട്ടോ ഇത്. ഇതും കണ്ടവർക്ക് വലിയൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല. ഞങ്ങൾ ഇതും കാണുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ.